നമ്മളിതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നെന്മാറ വല്ലങ്ങി വേലിൻ്റെ അപ്ഡേഷനുമായിട്ട്. അപ്പോൾ 12 മണി ഇവിടം വരെയായി. അതുപോലെ തന്നെ വെടിക്കെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഒരുപാട് പേര് ചോദിച്ചത്. ചിലർ നമ്മളൊരു വീഡിയോ വന്ന് ചെയ്യുമ്പോഴേക്കും വെടിക്കെട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും, ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന പോലെ നമ്മൾ സത്യം പറയാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളോട് വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പറയില്ല. കുനിശ്ശേരി കുമ്മാട്ടിക്കായാലും കാവശ്ശേരി പൂരത്തിനുമൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസം, അതായത് 2 ദിവസം അല്ലെങ്കിൽ പ്രദേശവാസികൾ പോലും ദിവസം മുമ്പ് പോലും അവർ പോലും ഉറപ്പാക്കിയിട്ടില്ല വെടിക്കെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മുമ്പ് ഇതിനൊരു വലിയൊരു പ്രചാരണം കൊടുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് നിയന്ത്രിതമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വെടിക്കെട്ടുണ്ട്. അത് ചോദിക്കാൻ വേണ്ടി നേരത്തെ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ നെന്മാറ വല്ലങ്ങി വേലിൻ്റെ അപ്ഡേഷനുമായിട്ട് വന്നിട്ടുള്ളതാണ്. 12 മണി ഇപ്പോൾ ഏറെക്കുറെ മുകളിൽ ലെവൽ എത്തിയിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നിയന്ത്രിതമായിട്ടുള്ള വെടിക്കെട്ട് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് എല്ലാവരും വരിക. ഇതുവരെ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഇപ്പോൾ വല്ലങ്ങിക്കാരൻ്റെ 12 മണി ഏകദേശം ഇത്രത്തോളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മഞ്ഞ് വീഴ്ച ഇന്ന് കാലത്തുണ്ട്. അതിൻ്റെ പുല്ലിലും ഇവിടെയൊക്കെ താഴെയൊക്കെ പാടമൊക്കെ പൂട്ടിയിട്ട് വൈക്കോലാണ്. അപ്പോൾ അതിലൊക്കെ നല്ല നനവുണ്ട്. ഒരു അടിപൊളി ഏതായാലും വിഷുവിൻ്റെ മുന്നായിട്ട് ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് വേലയ്ക്ക് മുമ്പ് തന്നെ പെയ്ത് പോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാര്യം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രാവശ്യം വേറെ ദിവസം വൈകിട്ടൊക്കെ അടിച്ചിട്ടുണ്ട് മഴ. തീർച്ചയായിട്ടും അതില്ലാതിരിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ഓൺ ടൈമിലേക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യുക. പ്രവാസികൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നല്ല സപ്പോർട്ട് തരിക. അടുത്ത എവിടെയെങ്കിലും ഉത്സവങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യപരമായിട്ടുള്ള അമ്പലങ്ങളും പള്ളികളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലേസും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പേരും അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ പള്ളിയുടെ പേരും അല്ലെങ്കിൽ ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൻ്റെ ഒന്ന് കമൻ്റ് ഇടുക. ബെല്ലൈക്കൻ ഓൺ എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും അടുത്ത വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.